നമസ്കാരം. നമസ്കാരം. ക്രിസ്മസ് വിശേഷം തന്നെ തുടങ്ങാം. കാര്യം നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയും ഒരു ആംബിയൻസും അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചാക്കോച്ചൻ്റെ ഓർമ്മയിലുള്ള ക്രിസ്മസും പുതിയ ക്രിസ്മസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അല്ലേ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു 25 ദിവസത്തെ നോയമ്പ് കഴിഞ്ഞിട്ട് ശരിക്കും ഫുഡ് ഫെസ്റ്റിവലാണ് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. നോമ്പെടുക്കുന്നുണ്ടോ? നോമ്പെടുക്കുന്നുണ്ട്. കുട്ടിക്കാലത്തെ ക്രിസ്മസ് എന്ന് പറയുമ്പം ഒരു കാരോൾ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകാനായിട്ട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പോയിട്ടുണ്ടോ? അത് കാരൽ എന്ന് പറയുന്ന ഒരു മേമ്പൊടി മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നല്ല കേരളരായ പെൺകുട്ടികളുള്ള വീടുകളിൽ പോവുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ല, പക്ഷേ ഉദ്ദേശങ്ങൾ അങ്ങനത്തെ ഒരു ദുരുദ്ദേശത്തോടു കൂടെ പോകരുത് എന്നാണ് എന്റെ. അല്ല, പ്രിയ കേൾക്കണ്ട, അത് കുഴപ്പമില്ല, അറിയാല്ലേ. പക്ഷെ അങ്ങനത്തെ ഒരു ദുരുദ്ദേശത്തോടു കൂടെ പോകരുതെന്നാണ് എന്റെ ഒരു അനുഭവം പഠിപ്പിച്ചിട്ടുള്ളത്. കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വന്നാണ്. അപ്പൊ ഈ അച്ഛനുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ക്രിസ്മസ് എങ്ങനെയായിരുന്നു? വളരെ എന്താ പറയാ, ക്രിസ്മസ് അപ്പൂപ്പൻ അച്ഛൻ. അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടില്ല, അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയായിരുന്നു. അപ്പം അപ്പനും അമ്മയും അനിയത്തിമാരുമായിട്ടുള്ള ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരുപാട് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വീട്ടിൽ വരിക, അവരുമായിട്ട് ആഘോഷിക്കുക എന്ന് പറയുന്നതിനാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇവരുമായിട്ട് സന്തോഷം പങ്കിടുമ്പോഴാണ് നമ്മുടെ സന്തോഷം ഒന്ന് ഇരട്ടിക്കുന്നത്, കൂടുതൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. ശരി, ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ വേറെ ബിസിനസ്സൊക്കെ ആയിരുന്നു. അതിന് മുന്നേ ഉള്ള കുഞ്ചാക്കോ ബോബൻ, ഇപ്പോൾ ഉള്ള കുഞ്ചാക്കോ ബോബൻ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്? അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ജീവിതത്തിൽ വന്നിട്ടില്ല. പിന്നെ ഞാൻ സിനിമയെ കാണുന്ന ഒരു രീതിയിൽ, ആ ഒരു കാഴ്ചപ്പാടിന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സിനിമയെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണുന്നു, സിനിമയെ കുറച്ചുകൂടെ സ്നേഹിക്കുന്നു, സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരെ പോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഇടവേളയ്ക്ക് മുമ്പുള്ള ഒരു കുഞ്ചാക്കോ ബോബനും അതിനുശേഷം ഉള്ള ഒരു കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ, അതായത് എൽസമ്മ കണ്ടിട്ട് പറഞ്ഞു, ഇപ്പൊ പഴയ കുഞ്ചാക്കോ ബോബൻ പഴയതുപോലെയല്ല, മുണ്ടെടുക്കാൻ പഠിച്ചു. എനിക്ക് മുട്ടിന്റെ മേലെ മുണ്ടെടുക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു ആദ്യം, അല്ലേ? കുറച്ച് ഡീസന്റ് ആയിട്ടുള്ള പയ്യനായതുകൊണ്ടാണ്. അപ്പൊ ഇതില് ഒട്ടും ഡീസന്റ് ആവണ്ട, നിന്റെ വസ്ത്രധാരണത്തിൽ ഒട്ടും ഡീസന്റ് ആവണ്ട എന്ന് പറഞ്ഞാണ് ലാലു എന്നെ ഈ ക്യാരക്ടറിലേക്ക് വിളിക്കുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഒരു പുതുമുഖ നായികയുടെ മുമ്പിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു നടനെ നാറ്റിക്കാനായിട്ട് ലാലു ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഈ ലാലു പ്രേക്ഷകർ ലാൽ ജോസിനെയാണ് ലാലു എന്ന് വിളിക്കുന്നത്. അപ്പൊ ലാലു എന്റെ ആദ്യത്തെ ഷോട്ട് എടുത്തത് ഈ കയ്യില്ലാത്ത ബനിയൻ തലയിലൊരു തോർത്ത് കെട്ടിയിട്ട് വളരെ തീരെ ഇറക്കം കുറഞ്ഞ ഒരു അണ്ടർവെയർ ഒന്നും പറയാൻ പറ്റില്ല, ഷോർട്സ് ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന രീതിയിൽ ഒരു സാധനവും തന്നിട്ട് നേരെ പശുവിനെ കുളിപ്പിക്കുന്ന ഒരു ഷോട്ടാണ് ആദ്യം വരച്ചത്. ഒന്ന് ആലോചിച്ച്, ജീവിതത്തിൽ പശുവിനെ കുളിപ്പിച്ചിട്ടില്ല, ജീവിതത്തിൽ പശുവിനെ കുളിപ്പിച്ചിട്ടില്ല, ചാണകം പാല് കറക്കിയിട്ടില്ല, ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചു. MIT എന്ന് പറയുന്നത് നമ്മുടെ ഒരു അത്ര നാള് സുന്ദരനായിട്ട് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് നടന്ന് ഒരു അടിപൊളി ചെത്ത് ബൈക്കുകൾ യാത്ര ചെയ്തിരുന്ന എന്നെ ഈ പറഞ്ഞ MITയിൽ പുറകില് പാൽപാത്രവും പാൽ സഞ്ചികളും സംഭവങ്ങളൊക്കെ ആയിട്ട് തീരെ വളരെ നാടൻ ഒരു പാലുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് മാറ്റി ഒരു കഥാപാത്രമാണ് എൽസമ്മേത്. ശരിക്കും എനിക്ക് ഇത്രയും അധികം ഒരു അഭിനന്ദനങ്ങളും എൻകറേജ്മെന്റും കിട്ടിയിട്ടുള്ള ഒരു കഥാപാത്രം വേറെ ഇല്ല ഇതുവരെ ചെയ്തതില്ല. ഇനി വരാൻ പോകുന്ന സിനിമകളുടെ കാര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. ഈ പറഞ്ഞ പോലെ നല്ല സിനിമകളിൽ പുതിയ ഒരു ടീം വർക്ക്, ടീമിലുള്ള ആൾക്കാർ പുതിയ ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരുമായിട്ട് സഹകരിക്കാനും അതുകൊണ്ട് നല്ല സിനിമകൾ ഭാഗമാകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ഈ ഉടനെ ഇറങ്ങാൻ പോകുന്ന ട്രാഫിക് എന്ന് പറയുന്ന ചിത്രം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുലുമാലിന്റെ സെയിം ടീം, ഇന്ദ്രനും ഞാനും ജയനുമാണ് ഇതിലെ 3 രാജാക്കന്മാരായിട്ട് ത്രീ കിങ്സായിട്ട് അഭിനയിക്കുന്നത്. ത്രീ കിങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഫൺ ഫിലിമാണ്. ടോം ആൻഡ് ജെറി എന്നൊക്കെ പറയുന്ന ഒരു കാർട്ടൂൺ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ്. ശരിക്കും സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് നമ്മൾ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ബുദ്ധിയും കോമൺ സെൻസും വീട്ടിൽ വെച്ചിട്ട് വേണം ഈ സിനിമ വന്ന് കാണാൻ വേണ്ടിയിട്ട്. ലോജിക് എന്നതിനേക്കാൾ ഉപരി ഒരു ഫൺ ഫിലിം, ഒരു നിങ്ങൾ കാണുന്ന അത്രയും സമയം ഒരു 100% ഒരു പ്രജുഡിസും ഇല്ലാതെ മൈൻഡ് ഓപ്പൺ ആയിട്ട് വളരെ ചിരിക്കാൻ വേണ്ടി മാത്രം വരിക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ ട്രാഫിക് എന്ന് പറയുന്ന ചിത്രം അങ്ങനെയല്ല. ഒരു ഈ പറയുന്ന പോലെ നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ കാണുന്ന സാധാരണക്കാര് ചില അസാധാരണ സിറ്റുവേഷൻസിൽ വളരെ അസാധാരണമായ ധൈര്യം, അല്ലെങ്കിൽ അവരാണ് യഥാർത്ഥ ഹീറോസ് എന്ന് പറയുന്ന ആൾക്കാർ. നമ്മൾ സിനിമയിൽ കാണുന്ന അല്ലെങ്കിൽ കോമിക്കുകളിൽ കാണുന്ന
അല്ലെങ്കിൽ ഞാനാണ് ഹീറോ എന്ന് പറയുന്ന ആൾക്കാരെക്കാൾ ഉപരി യഥാർത്ഥ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്. അത് സാധാരണക്കാർ ചിലപ്പോൾ റിയൽ ലൈഫ് ഹീറോസ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു മെസ്സേജ് കൂടെ കൺവേ ചെയ്യുന്ന ഒരു ചിത്രമാണ് ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന പോലെ നല്ല സിനിമകളുടെ ഭാഗമാകാൻ സാധിക്കുന്നു. ഈ പറയുന്ന പോലെ നല്ല വിജയ ചിത്രങ്ങളാവുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ തീർച്ചയായിട്ടും വിജയ ചിത്രങ്ങളായിരിക്കും. ഈ എൽസമ്മയിലെ ഒരു സീനില് വെള്ളം ഒഴിക്കാതെ ഈ സാധനം എടുത്ത് അടിക്കുന്നതാണ്. അപ്പൊ ഞാൻ സിനിമ കണ്ടു പുറകിരുന്നു നല്ല അടിയാട്ടോ. ആ കണ്ടാ അറിയില്ല എത്ര കറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ തൊടാത്തൊരു സംഭവമാണ് മദ്യം എന്ന് പറയുന്നത്. കേട്ടല്ലോ, വെറുതെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട് ഒരെണ്ണം വീശുന്നോ? നമ്മളതില്ല, ഞാൻ കഴിക്കാറില്ല. പിന്നെ ക്രിസ്ത്യാനിയായിട്ട് ഒരെണ്ണം പോലും വീശാറില്ല. ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷെ എല്ലാ ക്രിസ്ത്യാനികളും വെള്ളം അടിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഒരു മാസ് വൈൻ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് വൈൻ മാത്രം ഞാൻ കഴിക്കും. അതും പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് അവസരങ്ങൾ അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷൻസ്. അതിനപ്പുറം ഈ പറഞ്ഞ പോലെ മദ്യം എനിക്ക് അലർജിയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ എൽസമ്മ കണ്ടിട്ട് ആൾക്കാർ ഈ പറഞ്ഞ വളരെ നാച്ചുറലായിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളിൽ ഈ വെള്ളവടികളോട് വളരെ നാച്ചുറലായിട്ട് തോന്നി എന്നുള്ള അത് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അതൊരു അംഗീകാരം തന്നെയാണ്. തീർച്ചയായിട്ടും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററോടും സംവിധായകനോടുമാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ഒരു ക്രിസ്മസ് ഫീലായിരുന്നു കയറി വരുമ്പോൾ തൊട്ട് ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ വക്കലും ക്രിസ്മസ് പാപ്പ എല്ലാം ഇങ്ങനെ വന്ന അവസാനം ഞാൻ ഞെട്ടിയത് ഇത് കണ്ടിട്ടാണ്. ക്രിസ്മസ് വില്ലേജ് ഇത് ശരിക്കും കഴിഞ്ഞ വർഷം ഞാനും പ്രിയയും കൂടെ ദുബായിൽ പോയപ്പോൾ അവിടെ പ്രിയയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കണ്ട ഒരു തീമാണത്, ക്രിസ്മസ് വില്ലേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രിയക്ക് ഭയങ്കര ആഗ്രഹം, നമുക്ക് എന്തെങ്കിലും അതേപോലെ ചെയ്യാൻ പറ്റുമോ. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് നല്ല രസമുണ്ട് കാണാനായിട്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് അവൾക്ക് ഈ ക്രിസ്മസ് വില്ലേജിന്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വരുത്താനായിട്ട്. അപ്പൊ അങ്ങനെ പ്രിയയുടെ ഒരു കസിൻ US-ലുണ്ട്, പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്നും ദുബായിൽ ഈ സുഹൃത്തിനോട് പറഞ്ഞിട്ടും ദുബായിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇത് വരുത്തിച്ച് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നാണ് ഇവൾക്ക് കൊടുത്തത്. ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ ഇതിന്റെ പണി എന്ന് പറയുന്നത് ഒരു വലിയ മെനക്കെട്ട പണിയായിരുന്നു. കാരണം ഇത് അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് വലിയ തെർമോകോൾ ബോക്സുകൾ ബ്ലോക്കുകൾ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യുക, കാവ് ചെയ്യുക. ആരായിരുന്നു? മെയിനായിട്ട് ഞാൻ തന്നെ ആയിരുന്നു. എനിക്ക് പകല് മുഴുവൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് രാവിലെ വീട്ടിൽ വന്നു കഴിയുമ്പോ ഭാര്യ ചകച്ചതേ ബ്ലേഡ് സിസേഴ്സ് ഇത് ഇരുന്ന് ചുരണ്ടിക്കൊണ്ടിരിക്കുക, കുത്തി തുരക്കുക, ഇതൊക്കെയായിരുന്നു എന്റെ പരിപാടി. പക്ഷെ അതൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നെയാണ്. അങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊടുത്തെങ്കിൽ അതിന്റെ ശരിക്കുമുള്ളൊരു സന്തോഷം നമുക്ക് ലഭിക്കുന്നത് ഇത് കാണാനായിട്ട് ആൾക്കാർ വന്നിട്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇത് ഇതുവരെ കാണാത്തൊരു സംഭവമാണ്. ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ നോക്കി അവരുടെ ഒരു സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മൾ ചെയ്തതിന്റെ ഒരു എടുത്തൊരു എഫേർട്ടിന്റെ ഒരു സുഖം നമുക്ക്. ശരിക്കും നല്ല എഫേർട്ട് തന്നെയാണ്.